സിദ്ധു തടയണ്ട. ആ പെൺകുട്ടി സിദ്ധാർത്ഥന് വേണ്ടി ജനിച്ച പെൺകുട്ടിയാ. അവർ പ്രദക്ഷിണം പൂർത്തിയാക്കട്ടെ. ഹലോ, ഞാനൊന്നും അറിഞ്ഞില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം. എന്താ മുത്തശ്ശ? മോളെ മഞ്ജു, അനീഷ് എന്ത് പണിയാ കാണിച്ചത്? മനസ്സിലായില്ല. എന്തു പറ്റി മുത്തശ്ശ? അവൻ ആ കല്യാണ മണ്ഡപത്തിനെയും കാറ്ററിംഗുകാരുടെ അഡ്വാൻസ് കൊടുത്തില്ലേ? അല്ല, കൊടുത്തെന്നാണല്ലോ എന്നോട് അനീഷിട്ട് പറഞ്ഞത്. കൊടുത്തെങ്കിൽ പിന്നെ അത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവരെന്നെ വിളിക്കോ? ആദ്യം ഓഡിറ്റോറിയത്തിന്റെ ആള് വിളിച്ചു, ഇപ്പൊ ദേ കാറ്ററിംഗിന്റെ ആള് വിളിച്ചിരിക്കുന്നു. അനീഷ അഡ്വാൻസ് കൊടുത്തിട്ടില്ല. നീ അത് അവനോടും ചോദിച്ചേ. അവന് അഡ്വാൻസ് എന്ത് ചെയ്തെന്ന് അറിയണമല്ലോ. ഹലോ. അച്ഛാ, പിന്നെ ഞാൻ വിളിച്ചതേ ആ കല്യാണ മണ്ഡപത്തിന്റെ കാര്യം ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പറഞ്ഞോളൂ. നമുക്ക് നാളെ തന്നെ പോയി പറ്റിയ കല്യാണ മണ്ഡപം ഇതെന്ന് നോക്കിയാലോ? അത് മഹാദേവ, നാളെ അതിന് സാധിക്കും തോന്നുന്നില്ല. അതെന്ത് പറ്റി? നാളെ എന്റെ മോന്റെ ഓർമ്മ ദിവസാ. അതായത് ദേവികയുടെ അച്ഛന്റെ ചരമദിനം. ഓ, അവനുള്ള ശ്രാദ്ധമൂട്ടും മറ്റുമായി നാളെ ഞങ്ങൾ തിരക്കിലായിരിക്കും. നാളെയാണല്ലേ ഇത്? എങ്കിൽ കല്യാണ മണ്ഡപം കാണുന്നത് നമുക്ക് നാളെ കഴിഞ്ഞ മറ്റൊരു ദിവസം പോവാം. അല്ലച്ചാ, ദേവിക ഉണ്ടോ അടുത്ത്? ദേവികേ, മുത്തശ്ശ ഇങ്ങോട്ട് വന്നേ. പൊന്നാരം തൊട്ടത് നിന്ന് മഹാദേവനാ നിന്നോടെന്ന് പറയണമെന്ന്. വരുന്നു മുത്തശ്ശ. സംസാരിക്ക്. ഹലോ സർ. മോളെ, നാളെ അച്ഛന്റെ ഓർമ്മ ദിവസമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു. അതെ സർ, നാളെ അത്. ചടങ്ങിന് ഞങ്ങൾക്ക് പങ്കെടുക്കാമോ? അയ്യോ, അതെന്താ ചോദ്യമാണ് സർ. സാറ് പങ്കെടുക്കണം. തീർച്ചയായിട്ടും സാറ് വരണം. സാറ് മാത്രല്ല, എല്ലാവരെയും കൂട്ടിയിട്ട് വരണം. ശരി മോളെ, ഞങ്ങൾ വന്നേക്കാം. ശരി സർ. ശരി. മുത്തശ്ശ, ഇറങ്ങാം നമുക്ക്. ഇറങ്ങാം മോളെ. അവരൂടെ അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരും മോളെ. സമയം വൈകുന്നു. സുലോചനെ, അഞ്ജിതേ, മുത്തശ്ശ, ചടങ്ങിന് പുറപ്പെടുന്ന വിവരം മുത്തശ്ശൻ അമ്മയെ വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ അവളെ വിളിച്ചില്ല. ഒന്ന് വിളിക്കും മുത്തശ്ശ. അതിനെ ഞാൻ വിളിക്കുന്ന. നിനക്ക് വിളിച്ചൂടെ? മുത്തശ്ശൻ അറിയാലോ, അമ്മ എന്നോട് പിണക്കത്തില്ല. ഞാൻ വിളിച്ച അമ്മ കോൾ എടുക്കില്ല. എന്നൊരു കാര്യം ചെയ്യേ, ഈ ഫോണിൽ വിളിക്ക്. ഇതിൽ വിളിച്ച അവളെ എടുക്കുമല്ലോ. എടുത്താലും ഞാനാണെന്ന് അറിഞ്ഞ അമ്മ സംസാരിക്കണമെന്നില്ല മുത്തശ്ശ. എന്നോട് ഇനി സംസാരിക്കില്ലെന്ന വാശിയില്ല അമ്മ. അതുകൊണ്ടാ ഞാൻ മുത്തശ്ശനോട് അമ്മയെ വിളിക്കാൻ പറഞ്ഞത്. വിളിക്കാം. അവിടെ ചെന്നിട്ട് വിളിക്കാം.
ഇറങ്ങിയാലോ? ശരി ശരി വാ. വാ. ഇവിടെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം.